ലോകകപ്പ് ഫുട്ബോൾ ആവേശം ലോകമെമ്പാടും കൊടുമുടിയിലേറ്റി നിൽക്കുമ്പോൾ ബ്രസീലിലെ ഒരു കത്തോലിക്ക മഠത്തിനുള്ളിൽ നിന്നുള്ള അപൂർവമായ ഫുട്ബോൾ ആഘോഷത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. 2026 ഫിഫ ലോകകപ്പിൽ ജപ്പാനെതിരെയുള്ള മത്സരത്തിൽ ബ്രസീൽ നിർണായകമായ വിജയഗോൾ നേടിയപ്പോൾ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് തുള്ളിച്ചാടിയും കൈയടിച്ചും ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന പുവർ ക്ലെയർ സഭയിലെ അന്തേവാസികളായ കന്യാസ്ത്രീകളുടെ വീഡിയോയാണ് ഇതിനോടകം ദശലക്ഷക്കണക്കിന് ആളുകൾ കണ്ടത്. ബ്രസീലിലെ ദൗരാദോസിലുള്ള സാൻ മരിയ ഡി അനജോസ് മഠത്തിലെ കന്യാസ്ത്രീകളാണ് ഈ ആവേശ ചിത്രത്തിൽ ഇടം പിടിച്ചത്. ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ പ്രാർത്ഥനയിലും ധ്യാനത്തിലും മാത്രം മുഴുകി ജീവിക്കുന്ന ക്ലോയിസ്റ്റേഴ്സ് വിഭാഗത്തിൽപ്പെട്ട കന്യാസ്ത്രീകൾ ഇത്തരത്തിൽ ഫുട്ബോൾ ആവേശം പങ്കിടുന്നത് ആരാധകരിൽ വലിയ അത്ഭുതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ഈ വീഡിയോ ഇതിനോടകം തന്നെ 81 ലക്ഷത്തിലധികം പേർ ആണ് കണ്ടുകഴിഞ്ഞത്. അസീസിയിലെ വിശുദ്ധ ക്ലാരയുടെ ആത്മീയത പിന്തുടർന്ന് ഈ സന്യാസിനികൾ പ്രാർത്ഥനയ്ക്കും കഠിനാധ്വാനത്തിനും പ്രാധാന്യം നൽകുന്നവരാണ്. ഈ വൈറൽ വീഡിയോയെക്കുറിച്ച് മഠത്തിലെ മദർ റാഫേല G1 മാധ്യമത്തിന് നൽകിയ പ്രതികരണത്തിൽ ഇങ്ങനെ പറഞ്ഞു: "ഞങ്ങളെ സംബന്ധിച്ച് ഇതൊരു ഒത്തുചേരലിന്റെ നിമിഷമായിരുന്നു. ലോകകപ്പ് എന്നത് കേവലം ഒരു രാജ്യത്തിനു വേണ്ടി ആർപ്പുവിളിക്കൽ മാത്രമല്ല, അത് അച്ചടക്കം, സാഹോദര്യം, സന്തോഷം എന്നിവയുടെ മൂല്യങ്ങൾ തിരിച്ചറിയൽ കൂടിയാണ്. മനുഷ്യത്വം നഷ്ടപ്പെടുന്ന ലോകത്ത് മനുഷ്യർക്ക് ഇത്രയും മനോഹരമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുവെന്നും ഇതിലൂടെ കാണാം." ബ്രസീൽ ദേശീയ ടീമിനും കോച്ചിനും വേണ്ടി തങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കാറുണ്ടെന്നും മദർ കൂട്ടിച്ചേർത്തു. വീഡിയോ വൈറലായതോടെ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും മാധ്യമങ്ങളുടെ വലിയൊരു നിരയാണ് ഇവരെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നത്. എന്നാൽ തങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിലെ തിരക്കുകൾ കാരണം കൂടുതൽ അഭിമുഖങ്ങൾ നൽകാൻ സാധിക്കുന്നില്ല എന്ന് വ്യക്തമാക്കി കന്യാസ്ത്രീകൾ ഔദ്യോഗിക കുറിപ്പ് ഇറക്കി. മഠത്തിന്റെ മതിലുകൾക്കുള്ളിലും രാജ്യത്തോടുള്ള സ്നേഹത്തിനും ആഹ്ലാദത്തിനും വലിയ സ്ഥാനമുണ്ടെന്ന് തെളിയിക്കുകയാണ് ഈ സന്യാസിനികൾ. അതേസമയം ലോകകപ്പ് മത്സരത്തിൽ നിന്നും ബ്രസീൽ പുറത്തായെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് തുടരുമെന്നും സിസ്റ്റർമാർ പറയുന്നു.